Hi all, this is Meera. Welcome back to High School Max. ഇന്നത്തെ വീഡിയോയിൽ PSC LDC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 2013 വയനാട് ജില്ലയിൽ നടന്ന എക്സാമിന്റെ മാത്സ് മെന്റബിലിറ്റി ക്വസ്റ്റ്യൻസ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 12,000 രൂപയ്ക്ക് 12% സാധാരണ പലിശ നിരക്കിൽ 3 വർഷത്തെ പലിശ എത്ര? ഓപ്ഷൻ എ 1440, ഓപ്ഷൻ ബി 4320, ഓപ്ഷൻ സി 3240, ഓപ്ഷൻ ഡി 3600. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സാധാരണ പലിശയുടെ പലിശ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ I = PNR എന്നുള്ള ഇക്വേഷൻ അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. P എത്രയാണ്? 12,000 രൂപ. 12,000 രൂപ എത്ര വർഷത്തേക്കാണ്? 3 വർഷത്തേക്ക്. റേറ്റ് തന്നിട്ടുണ്ട് 12%. ഇത് ചെയ്താൽ മതി, ഇത് സോൾവ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. സീറോസ് ക്യാൻസലായി. ഇവിടെ നോക്കിയാൽ 12 × 12 144 അതിൻ്റെ കൂടെ ഈ ഒരു സീറോയും കൂടെ വരും. × 3 ഇവിടെ 0 വന്നു. 4 × 3 12 റിമൈൻഡർ 1 ഉണ്ട്. 12 വന്നു, 13 വന്നു, 1 ഉണ്ട്. 3 × 3 വന്നു, 4 വന്നു. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, 4320. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 18 ആളുകൾ 30 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണമെങ്കിൽ ഇനി എത്ര ആളുകൾ കൂടി വേണം? ഓപ്ഷൻ എ 12, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 9. അതായത് വർക്ക് ആൻഡ് ടൈം എന്നുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? M1D1 = M2D2. അതായത് 18 ആളുകൾ എത്ര ദിവസം കൊണ്ട്? 30 ദിവസം കൊണ്ട് തീർക്കുന്ന ഒരു ജോലി എത്ര ആളുകൾ കൂടി വേണം 20 ദിവസം കൊണ്ട് തീർക്കാൻ എന്നാണ് ചോദിക്കുക. ഇവിടെ നിന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്യാം. 2 × 9 × 2 ആണ് 18 എന്ന് പറയുന്നത്. അപ്പോൾ M2 എന്ന് പറയുന്നത് എത്ര കിട്ടി? 9 × 3 27. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 27 ഇല്ല. അതിൻ്റെ റീസൺ എന്താണ്? ഇനി എത്ര ആളുകൾ കൂടി വേണം എന്നാണ് ചോദിക്കുക. അപ്പോൾ ഓൾറെഡി ഇവിടെ എത്ര പേരുണ്ട്? 18 പേരുണ്ട്. അപ്പോൾ 27 പേര് വേണമെന്ന് പറയുമ്പം 18, 27 നിന്ന് 18 മൈനസ് ചെയ്ത് എത്രയാണ്? 9 പേര് കൂടിയാണ് വേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3x = 729 ആയാൽ എക്സിന്റെ വില എന്ത്? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 4. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് 729 കാണുമ്പോഴേ ചിലരുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ഒന്നുകിൽ 27 × 27 ആണ് 729 എന്നറിയാം, അല്ലെങ്കിൽ 9ന്റെ ക്യൂബ് ആണ് 729 എന്നറിയാം, അല്ലെങ്കിൽ 3/6 ആണെന്നറിയാം. അപ്പം ഇങ്ങനെ ഓൾറെഡി അറിയാവുന്നവരാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. ഇവിടെ 3x ആണ് ചോദിക്കുന്നത്. 3/6 ആണ് 729. അതുകൊണ്ട് തന്നെ എക്സിന്റെ വാല്യൂ 6 ആണ്. ഓപ്ഷൻ എ ആണ്. ഇനി അതല്ല, ചിലർക്കറിയാം 9ന്റെ ക്യൂബ് ആണ് 729 എന്ന് വന്നു കഴിഞ്ഞാൽ 9ന്റെ ക്യൂബില് ഈ 9 എന്ന് പറയുന്നത് എന്താണ്? 3ന്റെ സ്ക്വയർ ആണ്. അപ്പം 3ന്റെ സ്ക്വയർ, ഈ 9ന്റെ സ്ഥാനത്ത് 3ന്റെ സ്ക്വയർ കൊടുത്തിട്ട് ഈ ക്യൂബ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 2 6 ആണ്. ഈ രീതിയിലും കണ്ടെത്താം. ഇനി ഇവയൊന്നും അറിയാത്തവരാണ് എങ്ങനെയാണ് ചെയ്യുക? 729നെ ഫാക്ടറൈസ് ചെയ്യുക. 729 എഴുതി ഇതിനെ 2 കൊണ്ട് നമുക്ക് എന്തായാലും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 3 കൊണ്ട് ചെയ്യുന്നു. 3 × 2 ആണ് 6, റിമൈൻഡർ 1 വന്നു, 12 ഉണ്ട്. 4 × 3 12, 3 × 3 9 വന്നു, 3 വന്നു. ഇനി ഇവിടെ 8 × 3 24, 1 വന്നു, 3 വന്നു. 27 × 3 ആണ് 81. ഇനി ഇവിടെ 9 × 3 27 വന്നു, 3 × 3 9 വന്നു. അപ്പം ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എന്താണ്? 729 എത്ര 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് നോക്കിയാൽ പോരെ? 1 2 3 4 5 6. 3/6 എന്ന് കിട്ടും. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ എന്താണ്? എക്സിന്റെ വാല്യൂ 6. ഫോർത്ത് വൺ, ഒരു ചതുരത്തിന്റെ നീളം 10% വീതി 20% വർദ്ധിപ്പിച്ചാൽ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 200, ഓപ്ഷൻ സി 32, ഓപ്ഷൻ ഡി 132. അപ്പം നമ്മുടെ ഒരു ചതുരമുണ്ട്. അതിന്റെ നീളം ഞാൻ L എന്നും വീതി B എന്നും എടുത്തു. ഇനി ഇവിടെ പറയുന്നത് ഇതിന്റെ നീളം 10% വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഓൾറെഡി ഉള്ള ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 100% ആണ്. അപ്പോൾ ഇതിനും 10% വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ 100 + 10 110%. ഈ Lന്റെ 110% പുതിയ ചതുരത്തിന്റെ ലെങ്ത്. അപ്പം 110% Lന്റെ. ഇനി ഇതുപോലെ തന്നെ ഇവിടുത്തെ ബി എന്ന് പറയുന്നത് 100% ആണ്. ഇതിന്റെ കൂടെ 20% കൂടാണ് വർദ്ധിക്കുന്നത് വീതി. 100 + 20 120 ആണ്. 120% ബിയുടേത് പുതിയ ചതുരത്തിന്റെ വീതി എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും, അതായത് ഏരിയ. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലെങ്ത് × ബ്രെഡ്ത്ത് ആണ്. ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് 100% ആണ്.
ഇനി ഇവിടുത്തെ ഏരിയ ആണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഇവിടുത്തെ ഏരിയ L ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താണ്, ഓൾറെഡി ഉള്ള ഈ എല്ലിൻ്റെ 110% എന്ന് പറയുമ്പോഴത്തേക്കും L ഇൻറ്റു 110 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ഇവിടുത്തെ വീതി എന്ന് പറയുന്നത് ബിയുടെ 120%. ഇത് കഴിയുമ്പോൾ ഇവിടുത്തെ സീറോസ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 12 ഇൻറ്റു 11 എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്ത് എങ്ങനെയാണോ, 1ഉം 2ഉം എഴുതി 2ഉം 1ഉം കൂടെ ആഡ് ചെയ്ത് മിഡിലായിട്ട് 132 ഇവിടെ താഴെ 100 ഉണ്ട്, അത്രയും L ഇൻറ്റു ബി ആണ്. അതായത് 132/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനെ നമുക്ക് 132% എന്ന് പറയാം. അതായത് ഓൾറെഡി ഇവിടെ 100% ആണ് L ഇൻറ്റു ബി, ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ 100% ആണ്. ഇവിടെ വന്നപ്പം 132% ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ എത്രയാണ് വർദ്ധിച്ചതെന്ന് അറിയാം, 132 നിന്ന് 100 മൈനസ് ചെയ്ത് എത്രയാണ് 32. അപ്പോൾ ഇവിടെ 32% ഇവിടുത്തെ ഏരിയ വർദ്ധിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ആണ് ഇത് ഓൾറെഡി പെട്ടെന്ന് എങ്ങനെയാണ് 110% എഴുതിയെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഓൾറെഡി ഇതിന്റെ ലെങ്ത് L ആണെന്ന് അറിയാം. ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് പുതിയ ചതുരത്തിന്റെ, അതായത് ഈ ചതുരത്തിന്റെ നീളം 10% വർദ്ധിപ്പിച്ചു, അതായത് ഈ ലെങ്തിന്റെ 10%. അപ്പോൾ ഈ ലെങ്തിന്റെ 10% എന്ന് പറഞ്ഞാൽ L ഇൻറ്റു 10/100 ആണ്. അപ്പോൾ ഓൾറെഡി ഉള്ള ഈ ലെങ്തിന്റെ കൂടി ഇത്രയുമാണ് വർദ്ധിച്ചത്. നമ്മളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, ഇവിടെയും LCM കാണുമ്പോൾ 100 വരും, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 100 + 10 എന്ന് പറഞ്ഞാൽ 110 വന്നു, 110/100. ഡിനോമിനേറ്റർ രണ്ട് സെയിം ആയതുകൊണ്ട് 100 വന്നു. അപ്പോൾ 110/100 L എന്ന് കിട്ടി. ഇതേ രീതിയിൽ തന്നെ ഈ ബ്രെഡ്ത്തിന്റെ 20% കണ്ടെത്തിയതിനു ശേഷം ഓൾറെഡി ഉള്ള ഈ വീതിയോട് കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ 120%, ബിയുടെ 120% എന്ന് വരിക. അതിനുശേഷം ഏരിയ കാണാൻ വേണ്ടി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാമുവും ബാബുവും ഒരു തുക 2:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചപ്പോൾ ബാബുവിന് 1500 രൂപ അധികം കിട്ടിയെങ്കിൽ എത്ര രൂപയാണ് വീതിച്ചത്? ഓപ്ഷൻ എ 4000, ഓപ്ഷൻ ബി 3500, ഓപ്ഷൻ സി 4500, ഓപ്ഷൻ ഡി 7500. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേര് രാമുവും ബാബുവും, അവര് ഒരു തുക വീതിച്ചിരിക്കുന്ന അംശബന്ധം നമുക്ക് തന്നിട്ടുണ്ട് 2:5. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റേഷ്യോ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം രാമുവിന് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 2x എന്ന് എടുത്തു, ബാബുവിന് കിട്ടിയ എമൗണ്ട് 5x എന്ന് എടുത്തു. ഒരു കോമൺ നമ്പറാണ് ആ x എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇനി ഇവിടെ പറയുന്നത് ഇവരിൽ ബാബുവിന് 1500 രൂപ അധികം കിട്ടി. അപ്പോൾ അധികം കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 5xൽ നിന്ന് 2x മൈനസ് ചെയ്യുന്നതല്ലേ. 5x - 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരും, 5ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 3 വരും, 3x. ഈ 3x എന്ന് പറയുന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന അധികം കിട്ടുന്ന 1500 രൂപ. ഇത് നമുക്ക് തന്നിരിക്കുന്നതിന്റെ എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയാണ്. എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടെത്താം, ഈ 3 കൊണ്ട് ഇതിനെ കട്ട് ചെയ്താൽ മതി, 5 വരും, 2 സീറോസ് വന്നു, 500. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി 500. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എങ്കിൽ എത്ര രൂപയാണ് വീതിച്ചത്. അപ്പൊ ടോട്ടൽ എമൗണ്ട് ആണ് നമുക്ക് വേണ്ടത്. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 5x + 2x ആണ്. 5 + 2 7 ആണ്, 7x. എക്സിന്റെ വാല്യൂ 500 നമുക്കറിയാം. 7 × 5 35 ആണ്, 2 സീറോസും കൂടെ വന്ന് 3500. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ, 3500. സിക്സ്ത് വൺ, 2 3 5 7 11. നെക്സ്റ്റ് നമ്പർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 13, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 17, ഓപ്ഷൻ ഡി 14. 2 3 5 7 11 ഈ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറും 1ഉം മാത്രമേ അതിന് ഫാക്ടർ ആയിട്ടുള്ളൂ. ഇനി ഇവിടെ നോക്കിയാൽ 11 കഴിഞ്ഞുള്ള നെക്സ്റ്റ് പ്രൈം നമ്പറാണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷനിൽ നോക്കുമ്പോൾ തന്നെ അറിയാം 13 ആണ് നെക്സ്റ്റ് നമ്പർ. 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13ഉം 1ഉം മാത്രമാണ് അതിന്റെ ഫാക്ടേഴ്സ്. അതുകൊണ്ട് 13 ഒരു പ്രൈം നമ്പർ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 84 - 27 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 പ്ലസ് 7.5 ഇൻറ്റു 2. ഇതിന്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ 64, 25, 81, 27. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ബോഡ്മാസ് റൂൾ ആണ്. അതിന്റെ ഓപ്പറേഷൻസിന്റെ ഓർഡർ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ ആദ്യം ഡിവിഷൻ ചെയ്യാം. 27 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 9 ആണ്. 9 ഇൻറ്റു 3 ആണ് 27. ഇനി 9 ഇൻറ്റു 2 ഉണ്ട്. 9 ഇൻറ്റു 2 18 ആണ്. അതോടൊപ്പം തന്നെ നോക്കി ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 7.5 ഇൻറ്റു 2, അതായത് 7.5ന്റെ ഇരട്ടി. അത് എത്രയായിരിക്കും? 7 7 14 1 15 ആയിരിക്കും. അപ്പോൾ ഇവിടെ 15 വന്നു, ഈ പ്ലസ് സിമ്പൽ ഇട്ടു. ഇവിടെ ഓൾറെഡി 84 ഉണ്ട്, ഈ മൈനസ് സിമ്പൽ ഇട്ടു. 84 - 18 + 15 എന്ന് വന്നു. ഇനി നമ്മൾ അഡിഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ 84ഉം 15ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 80, 90, 5 4 9 ആണ്, 99 വന്നു. 99ൽ നിന്ന് 18 മൈനസ് ചെയ്യാൻ പറയുമ്പോൾ 1 വന്നു, ഇവിടെ 8 വന്നു. 81 ആണ് ആൻസർ. ഓപ്ഷൻ സി. ഇനി അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ 18ഉം 15ഉം നോക്കുവാണെങ്കിൽ -18ഉം +15ഉം ആണ്.
18 നിന്ന് 15 മൈനസ് ചെയ്താൽ 3 വരും. ഇതിൽ വലുത് 18 ആയതുകൊണ്ട് തന്നെ ഇവിടെ മൈനസ് സിമ്പിൾ വരും. 84 മൈനസ് 3 വന്നു 81. ഇങ്ങനെയും കണ്ടെത്താം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വർഷം ഇന്ത്യയിൽ സ്വാതന്ത്ര്യ ദിനം ബുധനാഴ്ചയായിരുന്നു എങ്കിൽ ആ വർഷം ഗാന്ധി ജയന്തി ഏത് ദിവസമായിരുന്നു? ഓപ്ഷൻ എ ബുധൻ, ഓപ്ഷൻ ബി വ്യാഴം, ഓപ്ഷൻ സി തിങ്കൾ, ഓപ്ഷൻ ഡി ചൊവ്വ. ഇവിടെ പറയുന്നുണ്ട് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ ദിനം എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 15 ആണെന്ന് നമുക്കറിയാം. അത് ബുധനാഴ്ചയാണെന്ന് തന്നിട്ടുണ്ട്. ആ വർഷത്തെ തന്നെ ഗാന്ധി ജയന്തി ഏത് ദിവസമാണ്? ഒക്ടോബർ 2. അപ്പോൾ ഈ 2 ദിവസം തെറ്റാതെ അറിഞ്ഞിരിക്കണം. ഓൾമോസ്റ്റ് എല്ലാവർക്കും അത് അറിയായിരിക്കും. ഗാന്ധി ജയന്തി ഒക്ടോബർ 2 ആണ്. ഒക്ടോബർ 2 ഏത് ദിവസമാണെന്നാണ് ചോദിക്കുക. അപ്പം നമുക്കറിയാം ആഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ 2 വരെ. അപ്പം ഇത്രയും ഈ ഒരു ഇതിനിടയിലുള്ള നമ്പർ ഓഫ് ഡേയ്സ് കണ്ടെത്തി അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ വെച്ച് നമുക്ക് കണ്ടെത്താം. അപ്പം ഓഗസ്റ്റ് എന്ന് പറയുന്നത് 31 ദിവസമുള്ള മാസമാണ്. സെപ്റ്റംബർ 30. അപ്പം ഇതനുസരിച്ച് 31 നിന്ന് 15 മൈനസ് ചെയ്താൽ നമുക്ക് ഇവിടെ എന്ത് വരും? 16 വരും. ഇവിടെ സെപ്റ്റംബറിൽ 30 ദിവസം ഉണ്ട്. അത് ഫുള്ള് നമുക്ക് കൗണ്ട് ചെയ്യണം. 30 വന്നു. ഒക്ടോബറിൽ 2 ദിവസം കൗണ്ട് ചെയ്താൽ മതി. കാരണം ഒക്ടോബർ 2 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 30, 40, 6, 2, 8 48 വന്നു. ഇനി ഈ 48 എന്ത് ചെയ്യണം? ഒരാഴ്ചയിൽ 7 ദിവസം ആയതുകൊണ്ട് 7 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇവിടെ നമുക്കറിയാം 7 × 6 42 വന്നു. 8ൽ നിന്ന് 2 പോയാൽ 6 വന്നു. അപ്പം നമുക്ക് വേണ്ടത് ഇവിടുത്തെ ഈ ഒരു റിമൈൻഡറാണ്, ശിഷ്ടമാണ് വേണ്ടത്. 6 എന്നാണ് നമുക്ക് കിട്ടിയത്. 1, 2, 3, 4, 5, 6. അതായത് ഈ 42 കഴിഞ്ഞ് 43, 44, 45, 46, 48, 48ാമത്തെ ദിവസം. ഇതാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പം ഈ പറയുന്ന ഈ 6 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബുധൻ കഴിഞ്ഞിട്ട് ഇനി 6 എണ്ണിയാൽ മതി. ബുധൻ കഴിഞ്ഞ് വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. അപ്പോൾ 6ാമത്തെ ഡേ എന്ന് പറയുന്നത് ചൊവ്വയാണ്. അതായിരിക്കും ഒക്ടോബർ 2. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഈ ക്വസ്റ്റിനെ തന്നെ നമുക്ക് യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മാസം 1, 8, 15, 22, 29 ഈ ദിവസങ്ങളെല്ലാം സെയിം ഡേ ആയിരിക്കും എന്നാണ്. അപ്പോൾ ഇവിടെ ആഗസ്റ്റ് 15 ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 കഴിഞ്ഞിട്ട് 22, 29 ആ ദിവസം തന്നെയാണ്. അതായത് ആഗസ്റ്റ് 29 എന്ന് പറയുന്നതും ബുധനാഴ്ചയായിരിക്കും. ഇനി ആഗസ്റ്റ് 30, 31 ദിവസം ഉണ്ടെന്നറിയാം. 20, 29 കഴിഞ്ഞിട്ട് 30, 31. ഇത് വ്യാഴമായിരിക്കും. ഇത് വെള്ളി വരും. ഇത് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ഡേ എന്തായിരിക്കും? സെപ്റ്റംബർ 1 ആയിരിക്കും. സെപ്റ്റംബർ 1 എന്ന് പറയുന്നത് വെള്ളി കഴിഞ്ഞിട്ട് ശനി വരും. അപ്പോൾ 1-ാം തീയതി ശനിയാണെങ്കിൽ 29 എന്ന് പറയുന്നത് ശനിയാഴ്ചയായിരിക്കും. സെപ്റ്റംബറിൽ 30 ദിവസമാണുള്ളത്. 30ാമത്തെ ഡേ എന്ന് പറയുന്നത് എന്തായിരിക്കും? ശനി കഴിഞ്ഞിട്ട് ഞായർ വരും. ഇനി ഇവിടെ ഒക്ടോബർ 1 കഴിഞ്ഞ് 2 നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് ഞായറാണെങ്കിൽ തിങ്കൾ, ചൊവ്വയായിരിക്കും. ഈ രീതിയിൽ നമുക്ക് കണ്ടെത്താം. 9ാമത്തെ ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏതാ? ഓപ്ഷൻ എ 64, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 27. അപ്പോൾ ഈ സംഖ്യകളുടെ എല്ലാം പ്രത്യേകം നോക്കാം. 64 എന്ന് പറഞ്ഞാൽ 8ന്റെ സ്ക്വയർ ആണെന്ന് അറിയാം. അതോടൊപ്പം തന്നെ എന്താണ്? 4ന്റെ ക്യൂബാണ്. 4 × 4 16 വന്നു. 16 × 4 64 ആണ്. 25ന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 5ന്റെ സ്ക്വയർ ആണ് 25. 8 എന്ന് പറയുന്ന സംഖ്യ 2ന്റെ ക്യൂബാണ്. അതോടൊപ്പം തന്നെ 27 എന്ന് പറയുമ്പോൾ 3ന്റെ ക്യൂബാണ്. അപ്പം ഇത് നോക്കിക്കേ, ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്ത ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 25 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ ആണ്. ഒരു നമ്പറിന്റെയും ക്യൂബ് അല്ല. ബാക്കി നമ്പേഴ്സ് എല്ലാം തന്നെ ഓരോ നമ്പേഴ്സിന്റെ ക്യൂബ് ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടുത്തെ ആൻസർ 25 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിൽ സമയം 12:15 ആക്കുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? ഓപ്ഷൻസ്: ഓപ്ഷൻ എ 87.5 ഡിഗ്രി, ഓപ്ഷൻ ബി 90 ഡിഗ്രി, ഓപ്ഷൻ സി 80 ഡിഗ്രി, ഓപ്ഷൻ ഡി 82.5 ഡിഗ്രി. അപ്പോൾ ഇവിടെ പറയുന്നത് 12:15 എന്നുള്ള ടൈമാണ്. ഈ 12:15ന്റെ ടൈമിലെ ആ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും, അതായത് മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഇതിന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ 30h - 11/2 m ആണ്. നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 30 × h എന്ന് പറയുന്നത് ഇവിടെ 12 ആണ്. 12 കൊടുത്തു മൈനസ് 11/2 × m. m എന്ന് പറയുന്നത് ഇവിടെ 15 ആണ്. 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി 12 × 3 36 ആണ്. അതിൻ്റെ കൂടെ 0 വന്ന് 360 എന്ന് വന്നു. മൈനസ് 11/2 × 15. 15 × 11 എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 1ഉം 5ഉം എഴുതി 5 1ഉം 6 വരും. മിഡിലായിട്ട് എഴുതി 165. 165/2 എന്ന് പറയുമ്പോൾ 160ന്റെ പകുതി 80 ആണ്. 5ന്റെ പകുതി 2.5, 82.5 എന്ന് വന്നു. 165നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 82.5 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ 82.5 എന്ന് വന്നു. ഇപ്പം തന്നെ പലർക്കും ആൻസർ കിട്ടിക്കാണും. 82.5 ആണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ ഡി ആണ്. അതെന്തുകൊണ്ടാണെന്ന് പറയാം. ഇവിടെ നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? 360ൽ നിന്ന്
82.5 മൈനസ് ചെയ്യും. ഇവിടെ 5 വന്നു, 9ൽ നിന്ന് 2 മൈനസ് 7 വന്നു, 7 227.5 എന്ന് വന്നു. ഇവിടെ കിട്ടുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ആംഗിളാണ് നമുക്ക് ഇവിടെ കിട്ടിയത്, 277.5. പക്ഷെ ഓപ്ഷനിൽ അങ്ങനെ ഒരു ആൻസർ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു പോയിന്റിന് ചുറ്റുമുള്ളത് 360 ആണ്. 360ൽ നിന്ന് ഇത് മൈനസ് ചെയ്യും. 360ൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് എന്താണ്? 82.5 കിട്ടാൻ പോകുന്നത്. 82.5 ആൻസർ. ഇതായിരിക്കും ഈ ആംഗിള്, അതായത് ഈ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള ആംഗിൾ 82 ആണ്. അപ്പൊ ഇവിടെ വെച്ച് തന്നെ ഈ 360 ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ആൻസർ ചൂസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്ലഡ് റിലേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബാബു പറഞ്ഞു, എന്റെ അമ്മയുടെ മകളുടെ അച്ഛന്റെ സഹോദരിയാണ് അവർ. ആ സ്ത്രീ ബാബുവിന്റെ ആരാണ്? ഓപ്ഷൻ എ സഹോദരി, ഓപ്ഷൻ ബി മരുമകൾ, ഓപ്ഷൻ സി അമ്മായി, ഓപ്ഷൻ ഡി അമ്മ. നമുക്ക് ഈ റിലേഷൻ ഒന്ന് നോക്കാം. അതായത് എന്റെ അമ്മയുടെ, അതായത് ബാബുവിന്റെ അമ്മ എന്റെ അമ്മയുടെ മകളുടെ മകളുടെ അച്ഛന്റെ സഹോദരിയാണ് അവർ. ഇവിടെ നമ്മളോട് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ബാബുവിന്റെ അമ്മയുടെ മകൾ എന്ന് പറയുമ്പോൾ ബാബു ഈ വ്യക്തിയും തമ്മിൽ സഹോദരങ്ങളാണ്. അപ്പൊ മകളുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ ബാബുവിന്റെ അച്ഛൻ തന്നെയാണ്. അപ്പൊ ഈ പറയുന്ന സ്ത്രീ എന്ന് പറയുന്നത് ബാബുവിന്റെ അച്ഛന്റെ സഹോദരിയാണ്. അപ്പം അച്ഛന്റെ സഹോദരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 12th വൺ നോക്കാം. ഷെയിം എന്നത് 37681 എന്നും റോഡ് എന്നത് 2465 എന്നും കോഡ് ചെയ്താൽ അതേ ഭാഷയിൽ ഹിയർ എങ്ങനെ കോഡ് ചെയ്യാം? നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഷെയിമും റോഡും കോഡ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അതിലുള്ള ലെറ്റേഴ്സ് തന്നെയാണ് ഹിയറിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പെറുക്കി എഴുതിയാൽ മതി ആ നമ്പേഴ്സ്. അപ്പൊ എച്ച് എന്ന് പറയുമ്പോൾ എച്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് 7 വരും. ഇ എന്ന് പറയുമ്പോൾ 1 വന്നു. എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 6, ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് 2. 7162. ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ. 7162. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 65,872 മൈനസ് 4,117 മൈനസ് 3,218 ഇസ് ഈക്വൽ ടു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് പ്ലസ് 16,218. അതായത് ഇവിടെ നമ്മൾ കണ്ടെത്തുന്നത് ക്വസ്റ്റ്യൻ മാർക്കിന്റെ സ്ഥാനത്ത് എന്ത് വരുമെന്ന്, ഏത് നമ്പർ വരുമെന്നാണ്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ ചെയ്യാൻ പറ്റും. അതായത് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തു, അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തു, അതിനുശേഷം ആ കിട്ടിയ ആൻസറിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഇവിടുത്തെ ആൻസർ കിട്ടും. ഇതല്ലാതെ ഇത്തിരി കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നിന്ന് ഈ 2 നമ്പർ നെഗറ്റീവ് നമ്പറിനെ ഈക്വലിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറത്തില്ലേ? ഇവിടെ ഓൾറെഡി ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോസിറ്റീവ് നമ്പർ 55,872 ഉണ്ട്. അതെന്ന് പറയുന്നത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇവിടെയുള്ള 16,218 കൂടെ ഈ 2 നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. നമുക്ക് നോക്കാം. ഇവിടെ 4,117 3,218 വരും. അപ്പോൾ ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഇവിടെ 23 വന്നു, 2 3 4 5 വന്നു. ഇവിടെ 5 6 10 13 വന്നു, 1 2. അതായത് 23,553 എന്ന് വന്നു. അതായത് ഇനി ഈ ക്വസ്റ്റ്യൻ മാർക്ക് കാണാൻ വേണ്ടി, ഇവിടുത്തെ നമ്പർ കാണാൻ വേണ്ടി ഇതിൽ നിന്ന് ഈ നമ്പർ മൈനസ് ചെയ്താൽ മതി. അപ്പം 23,553. ഇവിടെ 12ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 9 വന്നു. ഇവിടെ ഇനി 6 ആണുള്ളത്. 6ൽ നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ 1 വന്നു. 8ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 3 വന്നു. 5ൽ നിന്ന് 3 പോയ 2, ഇവിടെ 4 വന്നു. അതായത് 42,319 എന്ന് വന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലീന മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കിഴക്കോട്ടും ഇന്ദു മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ വടക്കോട്ടും ഒരു സ്ഥലത്തു നിന്നും രാവിലെ 8 മണിക്ക് കാർ ഓടിച്ചു പോയി. 2 മണിക്കൂർ കഴിയുമ്പോൾ അവർ തമ്മിലുള്ള ഏറ്റവും ചുരുങ്ങിയ അകലം എത്രയായിരിക്കും? ഇത് ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യനുമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എന്താണ് ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ്, അതിൻ്റെ റിലേഷനും നമ്മൾ യൂസ് ചെയ്യണം. ഇവിടെ ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ എ 100 കിലോമീറ്റർ, ഓപ്ഷൻ ബി 70 കിലോമീറ്റർ, ഓപ്ഷൻ സി 110 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 60 കിലോമീറ്റർ. നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് വരച്ച് നോക്കാം. അതായത് ഇവിടെ 2 പേരുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ 2 പേരാണ്, ലീനയുണ്ട്, ഇന്ദു ഉണ്ട്. ഇവർ 2 പേരും 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാർ ഓടിച്ചു പോകുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 മണിക്കാണ്. ഇനി ലീന മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കിഴക്കോട്ട്. അപ്പം ലീനയുടെ ഡിറക്ഷൻ എന്ന് പറയുന്നത് കിഴക്കോട്ടാണ്, ഇങ്ങോട്ടാണ് ലീന പോയിരിക്കുന്നത്. ഇനി ലീനയുടെ വേഗത ഇവിടെ തന്നിരിക്കുന്നത് 40 കിലോമീറ്റർ പെർ അവർ, മണിക്കൂറിൽ 40 കിലോമീറ്റർ.
ഇനി ഇതുപോലെ തന്നെ ഇന്ദു 30 കിലോമീറ്റർ വേഗത്തിൽ, മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ വടക്കോട്ട് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനാണ്. അപ്പം ഇങ്ങോട്ടാണ് ഇന്ദു പോയിരിക്കുന്നത്. ഇവിടെ 30 കിലോമീറ്റർ പെർ അവർ ആണ് ഇവിടുത്തെ വേഗത. ഇനി 2 മണിക്കൂർ കഴിയുമ്പോൾ, അതായത് ഇവരുടെ 2 പേരുടെയും ടൈം ഡ്യൂറേഷൻ തന്നിരിക്കുന്നത് 2 hours ആണ്, 2 മണിക്കൂറാണ്. 2 മണിക്കൂർ കഴിയുമ്പോൾ അവർ തമ്മിലുള്ള ഏറ്റവും ചുരുങ്ങിയ അകലം, അതായത് അകലം എന്ന് പറയുമ്പോഴത്തേക്കും ഈ 2 പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ വേഗതയുണ്ട്, ടൈം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 × 2, 4 × 2 8 80 കിലോമീറ്റർ എന്ന് വന്നു. ഇതുപോലെ തന്നെ ഇന്ദുവിന്റെ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 × 2, അതായത് സ്പീഡ് ഇൻറ്റു ടൈം തന്നെ, 3 × 2 6 വന്നു, 60 കിലോമീറ്റർ എന്ന് വന്നു. ഇനി ഈ ഒരു ഡിസ്റ്റൻസ് കാണാൻ മേലേ, ഇത്രയെന്ന് പറഞ്ഞാൽ 80 കിലോമീറ്റർ ആണ്, ഇത്രയും 60 ആണെങ്കിൽ ഇത് കാണാൻ വേണ്ടി എന്താണ്, ഇതൊരു മട്ട ത്രികോണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ മതി. നോർമലി ഈ ക്വസ്റ്റ്യൻ എല്ലാം തന്നെ 8 6 വരും വന്നുകൊണ്ടിരുന്നത്, ഇവിടെ അത് 80 60 ആയി. അപ്പൊ തന്നെ നമുക്ക് അറിയാം 8 6 ആയിരുന്നെങ്കിൽ എന്താണ് 10 ആയിരുന്നു ആൻസർ വരിക, 80 60 ആണെങ്കിൽ 100 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. നമുക്കത് നോക്കാം. അപ്പൊ പൈതഗോറസ് തിയറം അനുസരിച്ച് √80² പ്ലസ് ഇവിടുത്തെ 60² വരും. അപ്പൊ 80² എന്ന് പറയുമ്പോൾ എത്രയാണ്, 8 × 8 64 വന്നു, 2 സീറോസ് വന്നു. ഇവിടെ 6 × 6 36 വന്നു, 2 സീറോസ് വന്നു. ഇതിന്റെ ആൻസർ 64 + 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ്. അതിന്റെ കൂടെ 2 സീറോസ് കൂടെ വരും. അപ്പൊ √10,000 എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 4 സീറോ ഉണ്ട്, അതുകൊണ്ട് തന്നെ പറയാം 100 ആണ്. 100ന്റെ സ്ക്വയർ ആണ് 10,000. അപ്പൊ 100 കിലോമീറ്റർ ആണ് ഇവിടുത്തെ ആൻസർ. 15th വൺ, തീയതി, കലണ്ടർ, സമയം ഡാഷ്. ഓപ്ഷൻസ് മണിക്കൂർ, ദിവസം, സൂര്യൻ, ക്ലോക്ക്. അതായത് തീയതിയും കലണ്ടറും തമ്മിലുള്ള റിലേഷൻ പോലെ സമയം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിക്കുക. അപ്പം കലണ്ടറും തീയതിയും പോലെ എന്താണ്, സമയം എന്തിനാണ് നമ്മൾ നോക്കുന്നത്, ക്ലോക്കിലാണ്. ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ക്ലോക്ക്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 66 2/3% 96 ആയാൽ അതിന്റെ 25% എത്ര? ഓപ്ഷൻ എ 45, ഓപ്ഷൻ ബി 36, ഓപ്ഷൻ സി 44, ഓപ്ഷൻ ഡി 38. ഇവിടെ നമുക്കറിയാം 66 2/3% 2/3 ഈക്വൽ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ 2/3 ഇത് ഈക്വൽ എന്ന് പറയാൻ കാരണം എന്താണ്, നോർമലി നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം 66 2/3 എന്ന് പറയുന്നത് മിശ്ര ഭിന്നമാണ്. ഈ മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്, ഡിനോമിനേറ്റർ അതുപോലെ എഴുതി 66 × 3 198 വന്നു, 198 + 2 200 എന്ന് വന്നു. ഇവിടെ ഇത്രയും പെർസെന്റ് എന്നാണ് പറയുന്നത്. പെർസെന്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും താഴെ ഒരു 100 വന്നു. ഈ സീറോസ് ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ 2/3 എന്ന് വരും. ഇതാണ് 66 2/3% എന്ന് പറയുന്നത് 2/3 ഈക്വൽ ആണ്. ഇത് കാണാതെ അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പൊ ഇവിടെ നമ്മളോട് പറയുന്നത് എക്സിന്റെ 66 2/3% എന്ന് പറയുമ്പോൾ എക്സിന്റെ 2/3 എന്ന് പറയുന്നത് 96 ആണ്. ഇതിൽ നിന്ന് എക്സ് എന്ന് പറയുന്നത് 96 ഇൻറ്റു ഈ 2/3 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും 3/2 ആയിട്ട് മാറും. ഇതിന്റെ റെസിപ്രോക്കൽ വരും. ഇനി ഇതിന്റെ 25% എന്ന് പറയുമ്പോൾ എക്സിന്റെ 25% എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഇൻറ്റു 25/100. അപ്പൊ 25/100 എന്ന് പറഞ്ഞാൽ ഇത് 1/4 ആണ് നമുക്കറിയാം. ഇനി ഇവിടെ 4ഉം 96ഉം കൂടെ കട്ട് ചെയ്യുവാണെങ്കിൽ 4 × 1 4, 4 × 2 8 വന്നു, 16 വന്നു, 4 × 4 ആണ് 16. 2ഉം 24 കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 12 വന്നു, 12 × 3 36. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് 36. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഗ്രൂപ്പിലെ 20 പേരുടെ ശരാശരി വയസ്സ് 27 ആണ്. പുതുതായി 2 ആളുകൾ കൂടി ചേർന്നതോടെ ശരാശരിയിൽ 1 വർഷത്തിന്റെ വർധനവുണ്ടായി. പുതുതായി വന്ന 2 ആളുകളുടെ ആകെ വയസ്സ് എത്ര? ഓപ്ഷൻസ് 76, 66, 60, 72. അപ്പൊ നമുക്കറിയാം ശരാശരി എന്ന് പറഞ്ഞാൽ ആകെ ബൈ എണ്ണമാണ്, ടോട്ടൽ ബൈ നമ്പർ ആണ്. ഇവിടെ ആകെ ആ ടോട്ടൽ കാണാൻ വേണ്ടി ആവറേജിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നറിയാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രൂപ്പിലെ 20 പേരുടെ നമ്പർ ഉണ്ട്, 20 പേര്, അവരുടെ ശരാശരി 27 തന്നിട്ടുണ്ട്. ഇനി 2 പേരുടെ പുതുതായിട്ട് വന്നെന്ന് പറയുമ്പോൾ നമ്പർ 22 ആയിട്ട് മാറി. ഇവിടെ 1 വർഷത്തിന്റെ വർധനവെന്ന് പറയുമ്പോൾ +1 വന്നു, 28. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ആകെ 20 പേരുടെ ആകെ വയസ്സെന്ന് പറയുന്നത് 27 × 20 ആണ്. 27 × 2 എന്ന് പറയുമ്പോൾ 54 വന്നു, അതിൻ്റെ ഉള്ളിൽ 0 കൂടെ വന്നു. അതുപോലെ തന്നെ 22 പേരുടെ ശരാശരി വയസ്സ് 28 എന്ന് പറയുമ്പോൾ ആകെ വയസ്സെന്ന് പറയുന്നത് 28 × 22 ചെയ്യണം, 616 ആണ്. ഇനി ഈ എക്സ്ട്രാ വന്ന ഈ 2 പേരുടെ വയസ്സെന്ന് കാണാൻ വേണ്ടി ഈ 616 നിന്ന് 540 മൈനസ് ചെയ്താൽ മതി. 6 വന്നു 76. ഓപ്ഷൻ എ ആണ് ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ, 0.45 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം ഏതാണ്? ഓപ്ഷൻ എ 10/9, ഓപ്ഷൻ ബി 5/9,
ഓപ്ഷൻ സി 9/20, ഓപ്ഷൻ ഡി 9/5. അതായത് ഒരു ഡെസിമൽ നമ്പർ 0.45 തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഭിന്നസംഖ്യ രൂപത്തിലേക്കാണ് മാറ്റേണ്ടത്. എന്ന് പറഞ്ഞാൽ 45 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എത്രയാണ്? 2 പോയിന്റ് ആണ് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താഴെ 10ന്റെ 2 സീറോസ് ഉള്ളത് എന്താണ്? 100 10ന്റെ മൾട്ടിപ്പിൾ. 100 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. 45/100 എന്ന് വന്നു. അപ്പോൾ ഓപ്ഷൻ 45/100 ഇല്ല. അപ്പോൾ നമ്മൾ ഇതിനെ വീണ്ടും നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. 5 കൊണ്ട് നമുക്ക് ഇതിനെ രണ്ടിനെ കട്ട് ചെയ്യാൻ പറ്റും. 20 × 5 ആണ് 100, 9 × 5 ആണ് 45. ഇവിടെ നമുക്ക് ആൻസർ കിട്ടി 9/20. ഇവിടെ ഓപ്ഷൻ സി ആണ് 9/20 ആണ് ആൻസർ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന 240 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയമെടുക്കും? ഓപ്ഷൻസ് 12 സെക്കൻഡ്, 10 സെക്കൻഡ്, 8 സെക്കൻഡ്, 15 സെക്കൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒന്ന് വേഗതയാണ് 72 km/h. മണിക്കൂറിൽ ഇത്രയും 72 കിലോമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ഈ ഒരു തീവണ്ടിയുടെ ലെങ്ത്, അതിൻ്റെ നീളം തന്നിട്ടുണ്ട് 240 മീറ്റർ. ഇവിടെ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്ന ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകാൻ എത്ര സമയമെടുക്കുമെന്നാണ്. അപ്പം ടൈമാണ് കാണുന്നത്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടെലിഫോൺ പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്നത് എന്താണ്? ആ ലെങ്ത് ഓഫ് ട്രെയിൻ ആണ് എടുക്കുക. അപ്പോൾ അതിവിടെ 240 മീറ്റർ ആണ്. ഇനി സ്പീഡ് എന്ന് പറഞ്ഞാൽ 72 ആണ്. അപ്പോൾ km/h ഇവിടെ ആൻസറും സെക്കൻഡിലാണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മീറ്ററിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? m/s മാറ്റണം. അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? km/h m/s ആക്കാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5/18 എന്ന് വരുമ്പോഴത്തേക്കും 72 × 5/18 ആണ്. ഇതിൻ്റെ 18 എന്ന് പറയുന്ന ഡിനോമിനേറ്റർ ഭാഗം ഇവിടെ പോകും, ഇതിൻ്റെ അംശത്തിൽ പോകും. ഇവിടെ 18 എന്ന് വന്നു. ഇത് സോൾവ് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടുത്തെ ആൻസർ. ഇവിടെ 18 × 4 ആണ് 72 എന്നറിയാം. ഇനി 240 5 കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും 5 × 4 20 വന്നു. 8 × 5 ആണ് 40. ഇനി 4 കൊണ്ട് 48നെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 വന്നു, ഇവിടെ 2 വന്നു. 12 സെക്കൻഡ് ആണ് ഇവിടുത്തെ ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20th വൺ നമുക്ക് നോക്കാം. ഒരു സാധനം 1980 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായാൽ അതിന്റെ യഥാർത്ഥ വില എന്ത്? ഓപ്ഷൻ 2178, ഓപ്ഷൻ ബി 2100, ഓപ്ഷൻ സി 2400, ഓപ്ഷൻ ഡി 2200. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സാധനത്തിന് യഥാർത്ഥ വില നമുക്കറിയത്തില്ല. അതിനെ ഞാൻ എക്സ് എന്ന് എടുത്തു. അതെന്ന് പറഞ്ഞാൽ 100% ആണ്. ഇനി ഇവിടെ പറയുന്നത് 10% നഷ്ടമുണ്ടായി. 10% നഷ്ടം എന്ന് പറയുമ്പം 100 100% ആണ് യഥാർത്ഥ വിലയെങ്കിൽ അതിൽ നിന്ന് 10 കുറയ്ക്കണം. 10 കുറയ്ക്കുമ്പോൾ എത്ര വരും? 90. അപ്പം എക്സിന്റെ 90% എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന 1980. അപ്പം എക്സിന്റെ 90%, 90/100 എന്ന് പറയുന്നതാണ് 1980. ഇവിടെ യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ എക്സ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ 0 ക്യാൻസലായി 9 198 കട്ട് ചെയ്താൽ മതി. അതായത് ഇവിടെ 9 × 2 18 വരും. 9 × 2 18 വന്നു. അപ്പം 22 × 100 എന്ന് വന്നു. 2200 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ന് നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.